ആ മോളെ സുസ്മിത പറയ്. ഇല്ല, ആ അവിടെ ഉണ്ട്. പോയില്ല, ഇവിടെ കറങ്ങി കറങ്ങി നടക്കണമേ. ആ എടി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മോളെ നീങ്ങ് വാ. നീ 2 ദിവസമല്ലേ ഇവിടെ നിന്നോളൂ. ചേട്ടനെ നിന്നെ കണ്ട കൊതി തീർന്നില്ല. ആ വാ എടി, അവന്റെ ശല്യം ഞാൻ തീർത്തു തരാം. ശരി, ഇവനെ ഒതുക്ക എന്ത് മാർഗം. നമ്മളെ ശ്രീകുട്ടൻ എത്ര വയസ്സായടി? അവനിപ്പോ 32 വയസ്സ് കഴിഞ്ഞ് 33 വയസ്സാണ്. 33 വയസ്സാ? എന്നിട്ടാണ് ഇങ്ങനെ വിട്ടേക്കണേ? എവിടെ വിട്ട്? അതല്ല, അവന് പ്രായം കയറി കയറി വരെയല്ലേ. നിന്റെ അച്ഛനും അമ്മ ഇനി എത്ര ആള്? അല്ല, എന്നും അവന്റെ കൂടെ കാണൂലല്ലോ. കാണുന്നവരെ കാണട്ടെ. കാണുന്നവരെ കാണണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാവും. ആ വാല വാല നീലാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാടും മുഴുക്ക തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്. അവൻ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടണ്ടേ? പിടിച്ചിട്ട് അവനെന്താ കന്നാലിയാ അല്ലേ? എടി അവന്റെ കല്യാണം നടത്തണ്ടേ? എന്റെ ബാലു, നിങ്ങളാണല്ലോ ഇവിടെ വന്ന് ആദ്യത്തെ ആണ്. അപ്പൊ നിങ്ങൾ വേണം അവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ. നോക്ക് ചേച്ചി, ചായ ഉണ്ടോ ചേച്ചി? ചായ. കന്നാലി കന്നാലി വാങ്ങിക്കണമെന്ന് ഇവിടെ. എന്തോന്ന് ചേച്ചി രാവിലെ തന്നെ ചിരിയും കളിയും? അല്ല, നീ പറഞ്ഞെവിടെ? കന്നാലി അല്ല, ഞാനാണ് നിന്റെ വീട്ടിൽ വന്ന് ആദ്യം കയറിയെന്നല്ലേ. ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ അവന് നീ ഒരിക്കലും പെണ്ണാലായിരിക്കൂലേ. എടി, അവിടെ നിന്റെ അച്ഛൻ പടവലം കുട്ടൻപിള്ളയ്ക്കും നിന്റെ അമ്മ പകീരുടെ അമ്മയ്ക്കും അവിടെ എന്തോ അടി പണി. ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാടി? നിർത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറിയത് കല്യാണം ആലോചിക്കാനാണല്ലോ. അതങ്ങോട്ട് ആലോചിച്ചാൽ മതി. വീട്ടിലിരിക്കണ എന്റെ അച്ഛനമ്മനെയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ലോകത്താരെ പറഞ്ഞില്ലെങ്കിലും പടവലം കുട്ടൻപിള്ള പറയും. അത്ര എനിക്ക് അയാളൊക്കെ ഭയങ്കര ബന്ധമാണ്, അത്ര സ്നേഹമാണ്. എന്താടാ എന്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറ. നമ്മൾ വലിയൊരു പലതും പറയും. നീ എൻ്റെ കൂടെ എന്തൊരു കാര്യം പറഞ്ഞ അളി എന്ന് വലുതായത്? നമ്മളൊരു സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കലടാ. അതിനിടെ കൂടെ ഈ പുഴു ഞളയും പോലെ കയറി കയറി പോണതിന്റെ ആവശ്യം തോന്നും. സ്വകാര്യം പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ നമുക്ക് അറിയാം. അന്ന് വേണ്ട കേട്ടാ. എന്തോ പറഞ്ഞ എന്തോ ഉദ്ദേശിച്ച കളിച്ചും ചിരിച്ചു? എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ച് അവനെങ്ങനെ വിട്ടാൽ പറ്റൂല. ഞാൻ അവന് വേണ്ടി ഒരു പെണ്ണാലോചിക്കാൻ പോയാണ്. സീരിയസ് ആയിട്ട്. പക്ഷെ നീ ആ കാര്യമൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നോട് അയക്കണം. അവനോട് സ്നേഹം ഉണ്ടല്ലേ, അപ്പൊ എല്ലാം ഉള്ളിൽ വെച്ചോണ്ട് നടക്കുകയാണ്. എന്താ മനസ്സിലാക്കിയല്ലേ കള്ളി? ആ കണ്ണിമാങ്ങ അടിച്ച് തൊഴിച്ചിടാടാ, അത് വലുതാവണ്ടേ? അച്ഛൻ വലുതായി കണ്ണിമാങ്ങ എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ഇപ്പൊ ഇച്ചിരി കണ്ണിമാങ്ങ തിന്നിട്ട് എന്നിട്ട് വലുതായപ്പോ ബാക്കിയുള്ളതില്ല. അച്ഛന് ചെറുപ്പത്തില് കണ്ണിമാങ്ങ കറുമുറാന്ന് അടിച്ചും പിടിച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടില്ലേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. പഠിക്കാന്നൂല്ലേ? അച്ഛൻ നെഞ്ചത്ത് അടിക്കണ്ട, ഞങ്ങള് പഠിച്ചാളാ. അച്ഛനും കൂടെ കൂടും. ഉപ്പും മുളക് പൊടി കഴിച്ച് കഴിക്കാൻ ടേസ്റ്റാ. എനിക്കൊന്നും വേണ്ട, പോകണം. എനിക്കില്ലടി. അച്ഛന്റെ വയറ് വെള്ളം ഉണ്ടല്ലോ. പിന്നെ അച്ഛൻ്റെ ആയുള്ള ഊർണ പ്രായം കഴിച്ചു പോ. നിന്നല്ലേ പറഞ്ഞ പോടാ, കയറിപ്പോ. വേണ്ട പോ. അച്ഛൻ തന്നെ വിളിച്ചോ. പോ. ആ വാസി, നീ ഇവിടെ ഉണ്ടോ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. നല്ല പെമ്പിളരെ വല്ലതും ഉണ്ടാടേ? പടാടുന്ന് എടാ അളിയനെ. നീ ഒന്ന് ആലോചിക്ക്. നോക്കട്ടെ വിളി. നേരിട്ട് കാണുമ്പോൾ ബാക്കിയൊക്കെ സംസാരിക്കാം കേട്ടാ. ഇത് നമ്മുടെ ചാനലിന്റെ കരയിൽ നിൽക്കണ തെങ്ങിലെ തേങ്ങ. അയ്യോ, എവിടെ ശ്രീകുട്ടാ, ഞാൻ തേങ്ങ മുറിക്കണോടാ? അയ്യോ വേണ്ട, അളി അകത്തങ്ങനും പോയിരി. അളി ഒന്നും ചെയ്യാൻ പറ്റണ ആളെയല്ല. ചിറക്കേരിക്കണ ഇരിപ്പ് വേണ്ട.
എന്താ ചെറുക്കന് കുഴപ്പം? എങ്ങനെ ഇരുന്ന ചെറുക്കനാണ്, താടിയും മുടിയും വളർത്തി. സന്യസിക്കാൻ പോണടാ നീ. ഓ 10 വീട് തണ്ടി കാവടി എടുത്ത് ആടി പളനിക്ക് പോകാൻ പോണ്. അളിയ പറഞ്ഞ നമുക്ക് ഒരുമിച്ച് തണ്ട. ഇതാണ് അവൻ്റെ കുഴപ്പം. എന്ത് പറഞ്ഞാലും എനിക്കിട്ട് വയ്ക്കും. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഈ താടി മുടിയൊക്കെ എടുത്ത് ക്ലീൻ ഷേവ് നല്ല കുട്ടപ്പനാവ്. മീശ എടുക്കണം. മീശ എടുക്കേണ്ടവരെടുത്താലും അതിനൊരു എടുപ്പ് കാണും. നീ ആദ്യം ഷേവ് ചെയ്യാൻ നോക്ക്. എന്ത് പറ്റി ഭയങ്കര ശ്രദ്ധ അളിയന്റെ കാര്യത്തില്? എന്തോ നിനക്കെന്തോ അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലല്ലോ, പിന്നെ എനിക്ക് അവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ? ഒന്നുമില്ലെങ്കിലും കൊച്ചിലെ പറയാൻ നടന്ന് കുറെ അരിയുണ്ടൊക്കെ നിന്നല്ല അവൻ. ചേച്ചി ഞാൻ പോണ്, ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ പൊതിച്ചിട്ടുണ്ട്. നീ നില്ല്. എന്തെങ്കിലും ഒന്ന് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് പൊയ്ക്കോണം. ഓ സാധാരണ നിങ്ങൾ നല്ലതൊന്നും പറയാറൊന്നുമില്ല. ഇടി ഞാൻ അവൻ്റെ ദേഷ്യം കൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കണമെന്നാണ് നിന്റെ വിചാരം? തന്നെ അവ ഇങ്ങനെ തുണയില്ലാതെ ഒറ്റയ്ക്ക് നടക്കണ കാണുമ്പം എനിക്കെന്തോ വല്ലാത്തൊരു വിഷമമാണ്. എടാ ശ്രീകുട്ടൻ, ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നീല് നോക്ക്, അവൻ ചിരിക്കണ. ശ്രീകുട്ടാ കാര്യമായിട്ട് പറയണം, കുറച്ച് ദിവസമായിട്ട് ആളിന് നിന്റെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയാണ്. എന്തോ പറയാനുണ്ട്, അതുറപ്പാ. പറ ബാലു അങ്ങ് എന്താ പറയാനുള്ളത് ചങ്ങ് പറ. ശ്രീകുട്ട, ദിവസം കഴിയും തോറും പ്രായം കുറയൂല, കൂടെയുള്ളൂ. അതൊന്നും വലിയ തത്വമൊന്നുമല്ല. അളിയൻ കാര്യം പറ. വേണ്ട ഡേയ്, നിനക്ക് ഞാനൊരു പെണ്ണാലോചിക്കട്ട. പെണ്ണാലോചിക്കട്ട. പെണ്ണ എന്ത് പെണ്ണ് വേണ്ടേ? അതിപ്പോ വേണ്ടാന്ന് വിചാരിക്കുമ്പോ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണോന്ന് വിചാരിക്കുമ്പോ വേണ്ടെന്ന് തോന്നും. പറ്റൂല, വേണ്ട. എടാ നിനക്ക് പെണ്ണ് വേണോ വേണ്ടേ? ചേച്ചിയുടെ ഇഷ്ടം. ചേച്ചിയുടെ ഇഷ്ടം. പെണ്ണാലോചിക്കട്ടാ. പെണ്ണാലോചിക്കട്ടാ. ചേച്ചിയുടെ ഞാൻ നോക്കും കേട്ടാ. ഓ അയ്യോ അവന് നല്ല താല്പര്യം ഉണ്ട് കേട്ടോ. അവന് നല്ല താല്പര്യം ഉണ്ട്. താല്പര്യം പണ്ടേ ഉണ്ട് അവന്. നിങ്ങൾ അവിടെ വല്ല പെണ്ണുണ്ടെങ്കിൽ നോക്ക്. എവിടെ ഉണ്ടെന്ന്? വീട്ടിലെ കുടുംബത്താരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. കുടുംബത്തില് അല്ല, ഞാൻ വേറെ ഞാൻ നോക്കാം. നോക്കോ? പിന്നെ തീർച്ചയായിട്ടും നോക്കാം. വേറെ നോക്കാം. ശരി, പോ, തേങ്ങ എടുത്തിട്ട് പോ. ആ തേങ്ങ എടുത്താൽ നോക്ക്. ഞാൻ മടലിൽ അവിടെ പോ. കൊണ്ടുപോ. അല്ലെ പോ, നീ പോ, ഞാൻ വരാം. പിടിക്കേ പിടിക്കോ. വായിക്കോട്ട്. വരാം വരാം, ചെല്. തേങ്ങ കൊണ്ടോ? ആ തേങ്ങ തേങ്ങ. ഡേ ബാസി, ഡേ കാണണം കേട്ടാ. നേരിട്ട് കാണാം. പോകടാ. തേങ്ങ തേങ്ങ തേങ്ങ.